നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. വെള്ളാറ്റഞ്ഞൂരിൽ 3 കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി 2 കുട്ടികൾ മരിച്ചു. വെള്ളാറ്റഞ്ഞൂർ പൂന്തിരത്തിൽ വീട്ടിൽ അഭിജയ്, ആദിദേവ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ അമ്മ സയന, 1.5 വയസ്സുള്ള മകൾ ആഗ്നിക എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുങ്ങല്ലൂരിൽ ഭരണി ആഘോഷത്തിനായി എത്തിയ തമിഴ്നാട് സ്വദേശി ബസിന് മുകളിൽ നിന്നും വീട് മരിച്ചു. നിർത്തിയിട്ടിരുന്ന ബസിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്ന ഊട്ടി മഞ്ചിയൂർ സ്വദേശി 27 വയസ്സുള്ള മനീഷ് കുമാറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ CPM സംസ്ഥാന സമിതി അംഗം MK കണ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ബുധനാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ട് കണ്ണനെ ED നോട്ടീസ് നൽകി. പുത്തഞ്ചിറയിൽ UDF സ്ഥാപിച്ച 5ാമത്തെ ഫ്ലെക്സ് ബോർഡും കത്തിച്ച് നശിപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് UDF പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പുത്തഞ്ചിറ ഉല്ലാസ് നഗറിൽ നിരന്തരമായി ബോർഡുകൾ നശിപ്പിക്കുകയാണ്. പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP അംഗത്വം നൽകിയ പത്മജ വേണുഗോപാലിന്റെ നടപടിക്കെതിരെ K മുരളീധരൻ MP രംഗത്ത്. പത്മജയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തി. മാള ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് പുളിയനംകുന്ന് വെട്ടിക്കടവ് റോഡ് കാന നിർമ്മാണത്തിന് പിന്നിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം. കാന നിർമ്മാണത്തിനായി ഏതാണ്ട് 30ഓളം വണ്ടി മണ്ണ് ഇതിനകം ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ചേന്ദമംഗലത്ത് വിഷുമാറ്റ ചന്ത തുടങ്ങി. പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ മാറ്റപ്പാടത്താണ് മേള ആരംഭിച്ചിരിക്കുന്നത്. 6 ദിവസങ്ങളിലായി നടത്തുന്ന മേള വിഷുത്തലേന്ന് രാത്രിയോടെ സമാപിക്കും. പറവൂർ ന്യൂ കൈ ഷിൻ ക്യാൻ കരാട്ടെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി വിജയികളായ കരാട്ടെ വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ചാലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച 3 മണിക്ക് പൂർത്തിയായതോടെ മത്സര ചിത്രം വ്യക്തമായി. ചാലക്കുടിയിൽ 11 പേർ മത്സര രംഗത്തുണ്ട്. വന്യജീവി ആക്രമണം മൂലം കൃഷിനാശവും ജീവഹാനിയും സംഭവിക്കുന്നതിനാൽ തൃശൂർ ജില്ലയിലെ മലയോര നിവാസികൾ അതിരപ്പള്ളി പഞ്ചായത്തിലെ അരൂർമൂഴിയിൽ ജനകീയ പ്രതിരോധ സദസ്സ് നടത്തും. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സിൽവർ സ്റ്റോൺ പാർക്കിനു മുൻപിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട് മേരിമാത ലത്തീൻ പള്ളി ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്ന പ്രതിരോധ സദസ്സ് കിഫ ചെയർമാൻ അലക്സ് ഒഴുക്കയിൽ ഉദ്ഘാടനം ചെയ്യും. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.